ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് കൊണ്ടുപോകുന്നില്ലേ? നമ്മൾ ഒരു 30 ദിവസത്തെ വെയിറ്റ് ലോസ് ജേണിയിലായിരുന്നു. ആ ഒരു 30 ദിവസം കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര കിലോ കുറഞ്ഞു? എനിക്കൊരു 5 കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 കിലോ കുറഞ്ഞ വിശേഷങ്ങളെല്ലാം ഞാൻ 2 ദിവസം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല, ഡയറ്റ് മാത്രം കൊണ്ട് ഞാൻ 30 ദിവസം കൊണ്ട് 5 കിലോ പ്ലസ് കുറച്ച് ഗ്രാമും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ലോസ് ഇപ്പോഴും തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഡേ 1 തൊട്ട് 30ാമത്തെ ദിവസം വരെ മൊത്തം കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒരു ദിവസം കാണുക, അത് ഫോളോ ചെയ്യുക, അങ്ങനെ 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 കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഞാൻ അതിൽ എക്സ്പ്ലനേഷൻ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ദിവസം പോയതും എൻ്റെ മൈൻഡ് ഔട്ടായ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയിട്ട് 2024 തൊട്ട് തുടങ്ങി 2026 ആയിട്ടുണ്ട്. ഈ ഒരു കാലയളവിൽ എൻ്റെ വെയിറ്റ് ലോസ് ഞാൻ എങ്ങനെ കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങളുടെ മൊത്തം വിശദീകരിച്ച് പറയാം. ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഓൾറെഡി ഒരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2024 എൻ്റെ കല്യാണം ഓക്കെ ആയതിനു ശേഷമാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ബോഡി ഷേമിങ് ഫേസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചത്. കാര്യം എനിക്കിനി ഈ ഒരു ബോഡി ഷേമിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നിയ ആ ഒരു നിമിഷം തൊട്ടിട്ടാണ് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഒന്നും അറിയില്ലായിരുന്നു, സീറോ ആയിരുന്നു. എനിക്ക് എങ്ങനെ തുടങ്ങണം, എന്ത് കഴിക്കണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് എക്സസൈസ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കൺഫ്യൂഷനല്ല, അറിയാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ കോമൺ ആയിട്ട് എന്താ ചെയ്യുന്നത്, യൂട്യൂബ് റെഫർ ചെയ്യും. ഞാനും യൂട്യൂബ് തന്നെയാണ് റെഫർ ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു വേർഡ് കിട്ടി. ആ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ പറ്റിയിട്ട് ഞാൻ നന്നായിട്ട് ഡീപ്പായിട്ട് ഞാൻ തിരക്കി. നമുക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, ഒരു കാര്യം എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പല വഴി നോക്കും. നമ്മൾ ഗൂഗിൾ നോക്കും, ക്രോം നോക്കും, പിന്നെ ഇതുപോലെ തന്നെ യൂട്യൂബ് നോക്കും. നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ മാക്സിമം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കും. അങ്ങനെയായിരുന്നു ഞാൻ മൊത്തത്തിൽ കളക്ട് ചെയ്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും 16/8 എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയതും എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിൽ ഇപ്പോഴത്തെ പോലെയല്ല, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. എനിക്ക് 1% പോലും എനിക്ക് വയ്യായ്ക ഫീൽ ചെയ്തിട്ടില്ല. ചിലവർ പറയും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, പക്ഷെ ഈ രീതിയിൽ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ വയ്യാണ്ടാവും, ഇനി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. ആ ഒരു സമയത്തും ഞാൻ പ്രോപ്പർ ഡയറ്റ് ഏകദേശം എടുക്കുമായിരുന്നു. കാര്യം പ്രോട്ടീനും കാപ്സ് ഒന്നും അറിഞ്ഞൂടാ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, പയറ് മുളപ്പിച്ചത് കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണ്. പയർ എന്താണ്, അതിനകത്ത് എന്താണ് ഉള്ളതെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷെ പയർ മുളപ്പിച്ച് കഴിച്ചാൽ അത് നല്ലതാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണെന്നറിയാം. ആ ഒരു ടൈമിൽ ഈ ചിക്കൻ പ്രോട്ടീൻ ആണ്, അത് ഇങ്ങനെ കഴിക്കണം, അതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ആ സമയത്ത് പറയുണ്ടായിരുന്നു പാല് കുടിക്കാൻ പാടില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ ഞാൻ പാല് കുടിക്കുമായിരുന്നു. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ കടല കഴിക്കുമായിരുന്നു. പിന്നെ നമുക്കറിയാം സാലഡ് കഴിക്കണം. ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു മാസം ഒക്കെ ഇങ്ങനെ പോയി വാട്ടർ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ലാസ്റ്റ് ഞാൻ വന്നത് 67, 68. ശരിക്കും പറഞ്ഞ ഒരു 68, 69 എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കല്യാണത്തിന് 1-2 ആഴ്ചക്ക് മുന്നേ എൻ്റെ ഡയറ്റ് സ്റ്റോപ്പായി. കാര്യം ഹൽദി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റ് കാര്യങ്ങൾ, പിന്നെ തലേ ദിവസം, പിന്നെ കല്യാണം, അങ്ങനെ ഒരു 79 എന്ന് വേണമെങ്കിൽ പറയാം. അതുവരെ കൊണ്ടെത്തിച്ചു. 68 നിന്ന് 69 വരെ ഏകദേശം ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഡ്രസ്സൊക്കെ ഭയങ്കര പാകമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പാകമായിട്ടാണ് എനിക്ക് ആ ഡ്രസ്സെല്ലാം കയറിയിട്ടുള്ളത്. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ ഫോട്ടോ കൊടുത്തേക്കാം. ഞാൻ
കല്യാണത്തിന് മുന്നേ ഇരുന്നതും ഞാൻ ഈ കല്യാണത്തിന് എൻ്റെ സേവ് ദ ഡേറ്റിന് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫോട്ടോ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കും. ഈ ഒരു റേഞ്ചിൽ ഞാൻ വന്നെത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ ദിവസം. അത് കഴിഞ്ഞിട്ട് എനിക്കറിയായിരുന്നു ഇനി അടുത്ത വരുന്നത് കല്യാണം കഴിഞ്ഞു, ഇനി വിരുന്നാണ് വരുന്നത്. കഴിക്കാതിരിക്കാൻ പറ്റില്ല, പോവാണ്ടിരിക്കാൻ പറ്റില്ല, എന്താ എനിക്ക് കുറച്ച് മതി എന്ന് പറയാനും നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും എപ്പോ നമ്മുടെ വിരുന്നെന്ന് പറയുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിരുന്ന് സമയത്തും ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചു. വിരുന്നുണ്ടായിരുന്നു, പിന്നെ എന്താ കല്യാണം കഴിഞ്ഞ് പോയി വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. 68, 69 നിന്ന് ഞാൻ 73.55 വന്നു. 73.55 വന്ന സമയത്ത് നമുക്ക് കല്യാണം കഴിഞ്ഞ പാടെ എല്ലാവരും പറയുന്ന പോലെ വണ്ണം വെച്ചു എന്ന് പറയാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അതെന്നെ അഫക്റ്റ് ചെയ്തു. എനിക്ക് കുറച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. കുറച്ചിട്ട് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡിനെ ഭയങ്കരമായിട്ട് അലട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ ഇരുന്നിട്ട് ഞാൻ പിന്നും എന്ത് ചെയ്തു, വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത് 68, 67 എന്ന് പറയുന്ന ഒരു വെയിറ്റിലേക്ക് ഞാൻ വന്ന് എത്തി. ഓക്കെ, എന്നിട്ട് ഇതുപോലെ തന്നെ കുറച്ച് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. എന്തായാലും നമുക്ക് ഇത്രയും വെയിറ്റ് കുറയണം എങ്ങനെയായാലും 1 മാസം നമുക്ക് എന്തായാലും എടുക്കും. ആ 1 മാസം എടുത്തിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നും നാട്ടിലേക്ക് നമുക്ക് ലീവ് കിട്ടി. ലീവിന് ഇങ്ങനെ നാട്ടിൽ വന്നപ്പോൾ പിന്നും വെയിറ്റ് വെച്ച് പിന്നും തിരിച്ചു വന്നപ്പോൾ 70 കയറിയിട്ടില്ല, 69 കയറി. പിന്നും വെയിറ്റ് കുറച്ചു, പിന്നെ നാട്ടിൽ പോകേണ്ടി വന്നു. പിന്നെ ഒരു 2 കിലോ കൂടി. ഇപ്പൊ ഞാൻ ഇന്ന് വരെയും കുറച്ചിട്ടില്ലാത്ത ഒരു വെയിറ്റ് ആണ് 64 എന്ന് പറയുന്നത്. അപ്പോൾ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു വെയിറ്റില് 76 എന്ന് പറയുന്ന ഒരു വെയിറ്റിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു, നടത്തം മാത്രമായിരുന്നു. പിന്നീടുള്ള വെയിറ്റ് ലോസിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറന്റ്ലി ഞാൻ ചെയ്ത ഒരു ഇതിൽ വർക്കൗട്ട് ഇല്ലായിരുന്നു, ജിമ്മില്ലായിരുന്നു, ഒള്ളി ഡയറ്റ് മാത്രം കൊണ്ടിട്ടാണ് ഞാൻ ഇപ്പോഴത്തത് ചെയ്തത്. പിന്നെ കുറെ ഡെവലപ്മെന്റ്സ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റത്തെ വെയിറ്റ് ലോസിൽ എനിക്ക് ഒന്നും അറിയാത്ത എനിക്ക് ഇപ്പൊ എന്റെ വെയിറ്റ് ലോസിൽ ഏതൊക്കെ രീതിയിൽ എന്റെ ബോഡീനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഏതൊക്കെ രീതിയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വണ്ണം കുറയും എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു 100ൽ ഒരു 80% എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പീരീഡ്സിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് പക്ഷെ അതിനൊന്നും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വണ്ണം വെക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടി ഒരു ക്ഷീണം വയ്യായ്ക പോലെ ഫീൽ ചെയ്യാം ഒരു 1-2 ദിവസം. പക്ഷെ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അത്രയും അങ്ങോട്ട് സിവിയർ ആയില്ല എങ്കിലും എനിക്ക് അതിനൊന്നും വലിയ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു മാസം കൂടുതലായിരിക്കും, അടുത്ത മാസം കുറവായിരിക്കും, ചിലപ്പോൾ അടുത്ത മാസം കുറച്ച് നേരത്തെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത മാസം കുറച്ച് ലേറ്റ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല. അതെനിക്ക് കറക്റ്റായിട്ട് ഒരു 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടോ ഒരു മാറ്റമായിട്ടൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ വരാറുള്ളതല്ലാതെ എനിക്ക് അതിനോടൊന്നും വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഷുഗറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ഷുഗർ ഞാൻ കുറച്ചിട്ടുള്ള ഒരു വർഷമായിരുന്നു. എനിക്ക് ഈ പറയുന്ന പോലെ ഫേസിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ഫേസിന്റെ ഫാറ്റ് പോയപ്പോൾ തന്നെ ഏകദേശം ഫേസ് ഒന്ന് ക്ലിയർ ആയി. പിന്നെ ഞാൻ എൻ്റെ തന്നെ കുറേ സ്കിൻ കെയർസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരുപാട് ഡീപ്പ് ആയില്ലെങ്കിൽ കുറേയെങ്കിലും ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ടൈമായിരുന്നു. ആ വിശേഷങ്ങൾ ഞാൻ ഇനി വരുന്ന വീഡിയോസിലുണ്ട്. ഈ 2024 തൊട്ട് 2026 വരെ ഞാൻ നേടിയെടുത്തതാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റി, എനിക്ക് എൻ്റെ കാര്യം എനിക്ക് ചെയ്യാൻ അറിയാം എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വെയിറ്റ് ലോസിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും എനിക്ക് വെയിറ്റ് ഇപ്പോഴും എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഈ പറയുന്ന പോലെ പേടിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. കാര്യം ഞാൻ 30 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു കോഫി കുടിച്ചെങ്കിലും സന്തോഷം ഉണ്ടായിരുന്നു. എങ്കിലും അത് ഇനി കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. അങ്ങനെയായിരുന്നു എൻ്റെ ഈ 2024 തൊട്ട് 2026 വരെയുള്ള മാറ്റം. ഓരോ ബോഡി പാർട്ടിലെ ഫാറ്റ് കുറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ബെല്ലി ഫാറ്റിന്റെ നമുക്ക് ഗേൾസിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ഈ കാലിന്റെ അവിടെ വന്നിട്ട് കുറച്ചൊന്ന് വീർത്തായിട്ടിരിക്കുന്നത്. എനിക്ക് ഓൾറെഡി വണ്ണവും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടാണ് വന്നത്. അതൊക്കെ പോയി.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തംബ്നെയിലിൽ എൻ്റെ പിക്ക് കണ്ടില്ലേ, ഈ ഒരു ഫിഗറിൽ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ എൻ്റെ 100ൽ ഒരു 80% എന്നെ ഹെൽപ്പ് ചെയ്തത് ഡയറ്റാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു 30 ദിവസത്തിൽ വെയിറ്റ് ലോസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ജിമ്മോ വർക്കൗട്ടോ ഇല്ലാണ്ട് എനിക്ക് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം നമ്മൾ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് കൊടുക്കാതെ നമ്മൾ ഡയറ്റ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രീം ആയിട്ട് ഡയറ്റ് എടുക്കണം, പക്കയായിട്ട് ഡയറ്റ് എടുക്കേണ്ടി വരും. ഇത് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആയി പോകും. എന്നുവെച്ചാൽ നമ്മൾ ജിമ്മിൽ പോകണം, ഇത് നമ്മൾ ഡയറ്റും ഒരു ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് പോകും. നമ്മളിപ്പോൾ എന്തെങ്കിലും ചീറ്റ് എടുത്താലോ നമ്മൾ എക്സ്ട്രാ ഒന്ന് ഫുഡ് എടുത്താലോ നമുക്കിപ്പോൾ എന്നും കഴിക്കുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ ഫുഡ് കഴിച്ചാലോ നമുക്ക് ഓക്കെ ആയിട്ട് പോകും, ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഈ ഒരു ടൈമിൽ ഞാൻ ഈ 64 ഒരു മാസം 5 kg വരെ കുറച്ചിട്ട് ഇനി എനിക്ക് ജിമ്മില്ലാതെ അല്ലെങ്കിൽ വർക്കൗട്ട് ഇല്ലാതെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല. വർക്കൗട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ, ഞാനത് എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചിന്തിച്ചു 30 ദിവസത്തിൽ നിർത്തണം, ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ എന്താ കണ്ടിന്യൂ ചെയ്യണ്ട, സ്റ്റോപ്പ് ചെയ്യാന്ന് തന്നെയാണ് കാര്യം. ഇനി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ അതങ്ങ് പയ്യെ അങ്ങ് നിർത്തിയത്. ഓക്കെ, ഞാൻ വെയിറ്റ് ലോസ് നിർത്തിയപ്പോൾ ആണ് കുറെ ആൾക്കാർക്ക് വെയിറ്റ് ലോസ് തുടങ്ങണം എന്ന് എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റിലെ വെയിറ്റ് ലോസ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് കുറെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ഡെയിലി വന്ന് പറയും വെയിറ്റ് ലോസ് തുടങ്ങണം, 1 kg കുറയുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഉണ്ടാവും, വെയിറ്റ് ലോസ് തുടങ്ങണം, എൻ്റെ കൂടെ ജോയിൻ ചെയ്തോ, പിന്നെ നിങ്ങൾ ആര് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കറിയായിരുന്നു എൻ്റെ വെയിറ്റ് കുറഞ്ഞു വരുമ്പോൾ നിങ്ങളിൽ പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ക്രിസ്മസ് മൈൻഡ് ചെയ്യാൻ പാടില്ല, ന്യൂ ഇയർ മൈൻഡ് ചെയ്യാൻ പാടില്ല, നമ്മളിങ്ങനെ ചെയ്യണം എന്ന് ഞാൻ എടുത്ത് പറഞ്ഞത് എനിക്കറിയാം. അറ്റ് ദ എൻഡ് ആവുമ്പോൾ എനിക്ക് വെയിറ്റ് കുറയുമെന്ന് എനിക്കറിയാം. ഞാൻ അതാണ് പറഞ്ഞത്, നന്നായിട്ട് എനിക്കറിയാം എൻ്റെ ബോഡി ഏത് രീതിയിൽ വെയിറ്റ് കുറയുമെന്ന് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ജോയിൻ ചെയ്തോ. എന്നിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, പ്ലേലിസ്റ്റിലുണ്ട്, ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി കണ്ടു നോക്കുക എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ എൻ്റെ ഫേസിന്റെ കാര്യം 2024 പറയുകയാണെങ്കിൽ ഇങ്ങനെ വീർത്തിരുന്ന ഫേസ് പെട്ടെന്ന് തന്നെ ഒട്ടി. നോക്ക്, എനിക്ക് ജോ ലൈൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചും കൂടെ ജോ ലൈൻ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു 5 കിലോ കൂടെ കുറച്ചപ്പോൾ നന്നായിട്ട് ജോ ലൈൻ വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫേസ് എന്ന് വെച്ചാൽ ഇത്രയുള്ളൊരു ഫേസ് അല്ല, എൻ്റെ ഫേസ് കുഞ്ഞൊരു ഫേസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ഒക്കെ കുറച്ചപ്പോൾ കുറച്ചും കൂടെ ഫേസ് ഒന്ന് ഒതുങ്ങിയ പോലെ ആയി. എനിക്ക് എൻ്റെ ഫേസ് ഇങ്ങനെ ഇരുന്ന് കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. പണ്ടൊക്കെ ആണെങ്കിലും ഒത്തിരി കൂടെ ചെറുതായിരുന്നപ്പോൾ ഈ ഒരു കവള എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആക്കുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ജനറ്റിക്കലി അങ്ങനെയാണ്, ഇങ്ങനെ ആക്കിയെന്നും പറഞ്ഞിട്ട് എനിക്ക് കുറയാനൊന്നും പോകുന്നില്ല. അതെ, ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ഇത്രയും കവള് അതെനിക്ക് ജനറ്റിക്കലി ഉള്ളതാണ്, അത് എന്ത് ചെയ്താലും മാറ്റാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അതിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങി. നമ്മുടെ കുറെ നെഗറ്റീവ്സ് ഇല്ലേ, ആ ഒരു കാര്യത്തിന് നമ്മൾ പോസിറ്റീവായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചിലവർക്ക് എത്ര കൈവണ്ണം കുറച്ചാലും എന്തായാലും കൈവണ്ണം കുറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റീസ് അങ്ങ് എടുത്ത് മാറ്റുക. സ്ലീവ്ലെസ് ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ലീവ്ലെസ് ഇടുക. ഞാൻ കുറേ നാൾ സ്ലീവ്ലെസ് ഇടാത്ത ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് ആഗ്രഹം മനസ്സിൽ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇടില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ മാറ്റി. എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു നാണക്കേടില്ല. എനിക്ക് സ്ലീവ്ലെസ് ഇട്ടാലോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ജനറ്റിക്കലി ഉള്ളതാണ്, അത് എനിക്ക് മാറ്റാൻ. ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട് എനിക്കത് വലുതായിട്ട് കുറയുന്നില്ല, കുറച്ച് മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ജനറ്റിക്കലി ഉള്ളതാണ്, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡ്രസ്സ് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഞാൻ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. മുമ്പും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചില ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ സ്ലീവ് ഉണ്ടാവില്ലല്ലോ, അപ്പൊ അതൊക്കെ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോഴൊക്കെ അതൊക്കെ മാറ്റി. അങ്ങനെ കുറെ ഇൻസെക്യൂരിറ്റീസ് എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുള്ള ആ ഒരു ജേർണി ആയിരുന്നു ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒരു പരിധി വരേക്കും കോൺഫിഡൻസ്, അത് എല്ലാ കാര്യത്തിനും എനിക്ക് കോൺഫിഡൻസ് ആണ്. ഈ കാണുമ്പോൾ ചിലവർ ഈ ബോഡി ഷേമിങ് ഉണ്ടല്ലോ, വണ്ണം വെച്ചൊന്നോ അല്ലെങ്കിൽ നടന്നു വരുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഉള്ള ബോഡി ഷേമിങ്, അതൊക്കെ കുറെ ഒന്ന് കുറഞ്ഞു. അത് അപ്പൊ തന്നെ എനിക്ക് ഏകദേശം ഞാൻ ഓക്കെയായി. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി ആരെങ്കിലും എൻ്റെ അടുത്ത് ഇതുപോലെ ബോഡി ഷേമിങ്ങോ വല്ലത് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ സീരിയസ്ലി ഞാൻ തിരിച്ച് നന്നായിട്ട് ഞാൻ റിയാക്ട് ചെയ്യും. അത് ഞാൻ പഠിച്ചു. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു.
അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് കിട്ടിയത്, ഞാൻ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. വെയിറ്റ് കുറച്ചു, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ഇതുപോലെ വന്ന് സംസാരിക്കാനും കൂടെ തുടങ്ങിയപ്പോൾ ഡബിൾ കോൺഫിഡൻസ് ആയി എനിക്കിപ്പോൾ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ എന്ന് വെച്ചാൽ, ചിലവരെന്താ പറയുക, നെഗറ്റീവ് പറയുന്നവരായാലും ഐ നോ എൻ്റെ ബോഡി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ആരെയും മൈൻഡ് ചെയ്യരുത്. മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയി തീർന്നു. പിന്നെ എന്താ, കുറെ നെഗറ്റീവ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ വെയിറ്റ് ലോസ് കൊണ്ട് എനിക്ക് നടന്നു കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളെ ഒരു എന്താ പറയാ, ചില കാര്യങ്ങൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. നമ്മളെ സറൗണ്ടിങ്സിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്, ആ ഒരു കാര്യങ്ങളെ വച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും പറ്റും. അതിന് ഒരുപാട് പൈസ ചെലവാക്കിയോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. സ്കിൻ കെയർ ആയാലും ചിലർക്ക് ഭയങ്കര എന്താ എനിക്ക് കളറില്ല, എനിക്ക് കളർ മങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു എന്ന് വെച്ചാൽ ഉള്ള ഫേസിനെ വച്ചിട്ട് നമുക്ക് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങാനും നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനും ഒക്കെ പറ്റും. ഈ 1000-2000 റുപ്പീസിനുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിയാലേ ഇടുള്ളൂ എന്നോ എന്നാലേ എനിക്ക് ഭംഗി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്യൂട്ടാകുന്ന ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഒരു അതിപ്പോൾ എത്ര രൂപയായാലും 100 ആയാലും 200 ആയാലും നമ്മളെ ഹാപ്പി ആയിട്ട് അത് വാങ്ങി ഇടുന്നതിലാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഈ പറയുന്ന വെയിറ്റ് ലോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഒരാളെ ആശ്രയിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത്. ആരെ ആശ്രയിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആരെ ദ്രോഹിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ചുറ്റിനുള്ള ആരെയും ദ്രോഹിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന എന്താ, നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളൊന്ന് ആക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, ആരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. അവർ പറയുന്നത് ഈ ചെവി കളയുക. ഓക്കെ, അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഈ 2024 ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇത്രയും നാള് എൻ്റെ സ്പീഡപ്പായിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് കടന്നു പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു വാവ്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ കണ്ണാടി നോക്കിയിട്ട് ഇപ്പോൾ കുറേ എന്നെ കണ്ണാടി നോക്കിയിട്ട് ഞാൻ തന്നെ എന്നെ ആസ്വദിക്കാറുണ്ട്. പലപ്പോഴും ഞാൻ ആസ്വദിക്കാറുണ്ട്. പണ്ടൊക്കെ വീട്ടിൽ ഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊന്നും മേക്കപ്പ് ചെയ്യില്ല. ഞാൻ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മിക്കുള്ള വീഡിയോസിൽ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓടി വന്നിട്ട് ഇവിടെ വന്ന് വീഡിയോ എടുക്കാണ് സാധാരണ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എപ്പോഴും എനിക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്. എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു കോലം കെട്ട് നിൽക്കുമ്പോഴേ കാണാനൊരു ഇതില്ലായിരുന്നു. ഇപ്പം അങ്ങനെ നിന്നാൽ പോലും അത്യാവശ്യം കുഴപ്പമില്ല എന്നെനിക്ക് തോന്നാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നോക്കൂ. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, മോട്ടിവേഷൻ നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. പിന്നെ ഫേസ് എക്സസൈസ്, ഇത് രണ്ടും ഞാൻ ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഈ ഒരു ജേർണി എനിക്ക് നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. കാര്യം ഇനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നെങ്കിലും ഒരു 4 കിലോ കൂടെ കുറച്ചാലായി. കാര്യം 60 വരെ എത്തിയാൽ ആയി, അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെയിറ്റ് കുറയ്ക്കുക, ഇനി ഞാൻ വെയിറ്റ് ലോസ് ചെയ്തു, ഇനി ഞാൻ 50 കിലോ ഒന്നും ആക്കാൻ വേണ്ടി പോടില്ല. എനിക്ക് അത്രയും വരെ ഒന്നും എനിക്ക് കാണണ്ട. എനിക്കൊരു 60 കിലോ ഒക്കെ ഒന്ന് നിന്നാൽ മതി. അതുവരെയൊക്കെ ചിലപ്പോൾ ഞാൻ കൊണ്ടെത്തിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ കറക്റ്റ് ടൈമാണ്. ഞാൻ വെയിറ്റ് ലോസ് എൻഡ് ചെയ്തു 2024 തൊട്ട് 26, 2 വർഷം എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം 2024 ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ 2 വർഷം എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും 1 വർഷം കംപ്ലീറ്റ്, 1.25 വർഷം ഞാൻ എടുത്തു ഇത്രയും ഒരു ജേർണി. പതുക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, സ്പീഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ എന്ത് ചെയ്തു, 67 വരെ എത്തി ഫസ്റ്റിലെ. അപ്പോഴേ എൻ്റെ ബോഡി ഞാൻ കണ്ടു, ഇതാണ് എൻ്റെ ഇങ്ങനെ ഇരിക്കും എന്ന് ഞാൻ ഫസ്റ്റിലെ കണ്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എന്നെ തന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇനി എത്ര കൂടിയാലും എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഞാൻ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും ഞാൻ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തയ്യാറായിരുന്നു. ഇനി എനിക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഞാൻ ജിമ്മിൽ പോയതിനു ശേഷം കുറച്ച് ഭാഗം ഡയറ്റും കുറച്ച് ഭാഗം വർക്കൗട്ട് രണ്ടും കൂടി ഈക്വലായിട്ട് കൊണ്ടുപോയിട്ട് എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാനിനി തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ വെയിറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഇന്റർമീഡിയറ്റ്
ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോർമൽ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യവും ഞാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എന്തുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നാളത്തേക്ക് കാണാം. നാളെ വരുന്നവരേക്കും